എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ വഖഫ് നിയമം വളരെ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യ സമയത്തൊന്നും തന്നെ ഇതിന് വലിയ മാധ്യമ ശ്രദ്ധ കിട്ടിയില്ല എങ്കിലും ഈ സമരപരിപാടികളിലേക്ക് കൂടുതൽ രാഷ്ട്രീയ നേതാക്കൾ, സഭകൾ ഒക്കെ തന്നെ ഇടപെടുന്നതോടുകൂടി, അവരുടെ അഭിപ്രായങ്ങൾ പുറത്തു വരുന്നതോടുകൂടി മുഖ്യധാര മാധ്യമങ്ങളിലടക്കം ഇത് വലിയൊരു ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന 3 ഉപതെരഞ്ഞെടുപ്പുകളിലും ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ തന്നെ സജീവ രാഷ്ട്രീയ ചർച്ചാ വിഷയമായി തന്നെ പ്രചരണത്തിൻ്റെ ഭാഗമായി കൂടി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ആലോചിക്കുന്നത്, ഏതാനും വർഷങ്ങൾക്ക് മുൻപ്, ഏതാണ്ട് 2019 കാലഘട്ടത്തിൽ ഇവിടെ പൗരത്വ ഭേദഗതി നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നപ്പോൾ അന്ന് അതിനെ എതിർക്കുന്നതിന് വേണ്ടി UDF-ലെയും LDF-ലെയും പല കക്ഷികളും എന്തൊക്കെയാണെന്ന് പറഞ്ഞിരുന്നത് എന്നുള്ളതാണ്. ദേശീയ അടിസ്ഥാനത്തിൽ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തും വളരെ വ്യാപകമായിട്ടുള്ള പ്രചരണം അന്ന് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഉണ്ടായിരുന്നു. ആ നിയമവും ഇന്നത്തെ വഖഫ് നിയമം ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും തമ്മിലുള്ള ഒരു താരതമ്യം നന്നായിരിക്കും എന്ന് ഈ ഒരു ഘട്ടത്തിൽ തോന്നുകയാണ്. അത് പറയുന്നതിന് പ്രധാനപ്പെട്ട 3 കാരണങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാരണം, പൗരത്വ ഭേദഗതി നിയമത്തിനെ എതിർക്കുന്നതിൻ്റെ ഭാഗമായി കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും അവരോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് രാഷ്ട്രീയ കക്ഷികളാണെങ്കിലും അന്ന് പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് നമ്മുടെ നാട്ടിലുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളെ അനാഥരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ്. അവരുടെ വീടുകളിലുള്ള അവരുടെ അവകാശം അവർക്ക് നഷ്ടപ്പെടുന്നു. അവർ ഈ നാട്ടിൽ തന്നെ അന്യരായി മാറുന്നു. അങ്ങനെ അവർ തെരുവിലേക്ക് ഇറക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇതിലുണ്ടാകാൻ പോകുന്നത് എന്നാണ് പറഞ്ഞത്. അതിലേറ്റവും കൂടുതൽ ത്രട്ട് അനുഭവിക്കാൻ പോകുന്നത് ഇവിടെ മുസ്ലിം മൈനോറിറ്റിയാണ് എന്ന രീതിയിലത്തേക്കുള്ള പ്രചരണമുണ്ടായിരുന്നു. അങ്ങനെയുള്ള നിരവധി യോഗങ്ങൾ, സമ്മേളനങ്ങൾ, ചാനൽ ചർച്ചകളൊക്കെ തന്നെ ആ സമയത്തുണ്ടായിരുന്നു. സർക്കാർ ഇവിടെ നമ്മുടെ അസംബ്ലിയിൽ അതുമായി ബന്ധപ്പെട്ട പ്രമേയങ്ങളൊക്കെ തന്നെ പാസ്സാക്കിയത് നമുക്കറിയാവുന്നതാണ്. ഈ വിഷയത്തിൽ ഏതാണ്ട് 50-ലധികം ടെലിവിഷൻ ചാനൽ ചർച്ചകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതുകൂടാതെ ചില പരസ്യ സംവാദ വേദികളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊക്കെ തന്നെ ഞാൻ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഈ നിയമത്തിൽ ഇന്ത്യൻ പൗരന്മാരെക്കുറിച്ച് യാതൊന്നും തന്നെ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഏതെങ്കിലും രീതിയിൽ ഇവിടെ നിന്ന് കുടിയിറക്കപ്പെടും എന്നുള്ള ഒരു ആശങ്ക അടിസ്ഥാനരഹിതമാണ് എന്നാണ്. എന്നാൽ അതിനെ എതിർത്തുകൊണ്ടാണ് മറുഭാഗം എല്ലായ്പ്പോഴും വാദങ്ങൾ ഉയർത്തിയിരുന്നത്. ഇന്നിപ്പോൾ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ വന്നു. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ നാട്ടിൽ അഭയാർത്ഥികളായി കഴിഞ്ഞിരുന്ന നിരവധി ആൾക്കാർക്ക് വേഗത്തിൽ പൗരത്വം ലഭിക്കുന്നതിനുള്ള നടപടികളൊക്കെ തന്നെ പൂർത്തിയായി. പലർക്കും പൗരത്വം കിട്ടുകയും ചെയ്തു. ഇന്ത്യയിലുള്ള ഒരാളിന് പോലും, അത് മുസ്ലിം മൈനോറിറ്റി എന്നല്ല, ഇന്ത്യയിലുള്ള ഒരു വിഭാഗത്തിലുള്ള ഒരു പൗരന് പോലും ഇതുമായി ബന്ധപ്പെട്ട് പൗരത്വം നഷ്ടപ്പെട്ടിട്ടില്ല. അയാൾ കുടിയിറക്കപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല. തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ അന്ന് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ശുദ്ധ നുണയായിരുന്നു. സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുന്ന രീതിയിലത്തേക്കുള്ള ആസൂത്രിതമായിട്ടുള്ള ചില മുദ്രാവാക്യങ്ങളായിരുന്നു അന്നുണ്ടായിരുന്ന സമരങ്ങളുടെ പിന്നിലെല്ലാം പ്രവർത്തിച്ചത് എന്നുള്ളത് ഇന്ന് വ്യക്തമായിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ വഖഫ് നിയമത്തിലേക്കൊന്ന് പോവുക. വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് 1995 ഏത് പ്രോപ്പർട്ടി വേണമെങ്കിലും വഖഫ് ആണെന്ന് ക്ലെയിം ചെയ്യാം എന്ന രീതിയിലത്തേക്കുള്ള ഒരു കണ്ടീഷൻ, പിന്നീട് 2013 ഭേദഗതി വരുമ്പോൾ അതിൽ വഖഫ് പ്രോപ്പർട്ടിയിൽ താമസിച്ചിരിക്കുന്ന, അത് കൈവശം വെച്ചിരിക്കുന്ന ആൾക്കാർക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള ഒരു അധികാരം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ വഖഫ് ബോർഡിന് ലഭിക്കുന്ന രീതിയിലത്തേക്ക് ഒരു ഭേദഗതി കൂടി ആ നിയമത്തിലുണ്ടാകുന്നുണ്ട്. ആ നിയമത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കിയാൽ കേരളത്തിൽ തന്നെ 1000-ലധികം ആൾക്കാരാണ് നിലവിൽ മുനമ്പത്താണെങ്കിലും വയനാട്ടിലാണെങ്കിലും അതേപോലെ ചാവക്കാട്ടാണെങ്കിലും ഈ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് ദുരിതമനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭൂമി അവരുടെ സ്വന്തമാണ് എന്ന് ക്ലെയിം ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. അത് ക്രയവിക്രയം ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അതിനെ ഈട് കൊടുത്തതിന് ശേഷം ബാങ്കിൽ നിന്ന് ഒരു വായ്പ തരപ്പെടുത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ സ്വന്തം സ്ഥലം പണയം വെച്ച് അതിൽ നിന്ന് പണം കൈപ്പറ്റി അടിയന്തരമായിട്ടുള്ള ചില ആവശ്യങ്ങൾ, ഉദാഹരണത്തിന് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വിവാഹത്തിന് വേണ്ടിയിട്ട് ഒക്കെ തന്നെ ചെലവാക്കാം എന്നുള്ള ആൾക്കാരുടെ ഒരു പ്രതീക്ഷ പോലും ഇന്ന് അസ്ഥാനത്താകുന്ന രീതിയിലത്തേക്കാണ് മുനമ്പത്ത് അല്ലെങ്കിൽ ചാവക്കാട് പിന്നെ വയനാട്ടിൽ ഒക്കെയുള്ള ആൾക്കാരുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നത്. അത്രത്തോളം ദുരിതപൂർണമായിട്ടുള്ള ഒരവസ്ഥയിലാണ് അവരിന്നുള്ളത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇതിൽ എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരുമുണ്ട്. അതിൽ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്. ഇങ്ങനെയുള്ള നിരവധി വിഭാഗത്തിലുള്ള ആൾക്കാരെല്ലാവരും തന്നെ ഇതിൻ്റെ ദുരിതം അനുഭവിക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്, ഇവർ ഇവിടെ നിന്ന് അവരുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് കുടിയിറക്കൽ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത. കാരണം വഖഫ് ബോർഡ് ക്ലെയിം ചെയ്തിരിക്കുന്നത് അത് അവരുടെ പ്രോപ്പർട്ടിയാണ് എന്നാണ്. അത് അനുവദിച്ച് കിട്ടുകയാണ് എങ്കിൽ അവിടെ താമസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആ പ്രോപ്പർട്ടിയിൽ നിന്ന് വെക്കേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ അവർ ഇറങ്ങിപ്പോവുകയാണ് എങ്കിൽ അവർ തെരുവിലേക്കാണ് ഇറങ്ങുന്നത്, അവർ കുടിയൊഴിപ്പിക്കപ്പെടുകയാണ് എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന രീതിയിലത്തേക്കുള്ള ഉറപ്പുകളാണ് പലപ്പോഴും സർക്കാരിൻ്റെ അല്ലെങ്കിൽ സർക്കാരിനെ നയിക്കുന്ന പാർട്ടികളുടെയൊക്കെ തന്നെ പ്രതിനിധികൾ അവരോട് അവിടെ ചെന്ന് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ നിയമപ്രകാരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വഖഫിനാണ് ഈ ഭൂമിയിലുള്ള അവകാശം എങ്കിൽ നിശ്ചയമായും
ഈ ഭൂമിയിൽ 2 പേർക്ക് ഒരേ സമയത്ത് അവകാശം സാധ്യമല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ താമസിക്കുന്ന ആൾക്കാർ അവരെ കയ്യേറ്റക്കാർ എന്ന് പോലും വിശേഷിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോകേണ്ടി വരും എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ ഇവിടെ പൗരത്വ ഭേദഗതി നിയമം മൂലമല്ല ആൾക്കാർ വഴിയാധാരമാകാനുള്ള സാധ്യതയുള്ളത്, മറിച്ച് അത് വഖഫ് നിയമം മൂലമാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. അന്ന് പൗരത്വ ഭേദഗതി നിയമത്തിനെ എതിർക്കുമ്പോൾ അന്ന് പറഞ്ഞിരുന്നത് ഇവിടെ ന്യൂനപക്ഷ സംരക്ഷകർ തങ്ങളാണ് എന്നാണ് പല രാഷ്ട്രീയ പാർട്ടിക്കാരും അന്ന് പറഞ്ഞിരുന്നത്. ഞാൻ തന്നെ അത്തരത്തിലുള്ള പല പൊതുപ്രസംഗങ്ങളും കണ്ടിട്ടുള്ളതാണ് യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ. അപ്പോൾ അങ്ങനെ പറഞ്ഞിരുന്ന ആൾക്കാർക്ക് ഇന്ന് മുനമ്പത്തും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ തന്നെ ആൾക്കാർ അവരുടെ പാർപ്പിടം നഷ്ടപ്പെടുന്ന, അവരുടെ കിടപ്പാടം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവരോടൊപ്പം നിൽക്കുന്നുണ്ടോ, അതിൽ തന്നെയുള്ള ന്യൂനപക്ഷങ്ങളോടൊപ്പം അവർ നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ പല നേതാക്കന്മാരും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ അവിടെ ചെന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അവരോടൊപ്പം തന്നെ നിൽക്കുകയാണ്, അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവസാനം വരെ പൊരുതും എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും നിയമസഭയിലേക്ക് വരുന്ന സമയത്ത് ഈ ആൾക്കാരുടെ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കാനായി അവിടെ ഉണ്ടായിരുന്ന ഒരു MLA പോലും തയ്യാറായില്ല എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്, അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. കാരണം അവിടെ ഉണ്ടായിരുന്ന പൊതുവായിട്ടുള്ള തീരുമാനം ഈ പലപ്പോഴും കഴിഞ്ഞ 2 വർഷങ്ങളിൽ സഭയിലൊക്കെ നടന്നിരിക്കുന്ന ചർച്ചകളുടെ രേഖകൾ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകുന്ന കാര്യമാണ്. അവിടെ മുനമ്പത്തുൾപ്പെടെ താമസിക്കുന്ന ആൾക്കാരെ കയ്യേറ്റക്കാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അവരിൽ നിന്ന് കരം പിരിക്കാൻ പാടില്ല എന്ന രീതിയിലത്തേക്കുള്ള നിർദ്ദേശങ്ങൾ നമ്മുടെ സഭയിൽ തന്നെ വരുന്നുണ്ട്. പിന്നീട് താൽക്കാലികമായിട്ട് വേണമെങ്കിൽ കരം പിരിക്കാം എന്ന തീരുമാനമുണ്ടാകുന്നുണ്ട്. ആ വഖഫ് ഭൂമിയാണ്, അത് വഖഫിന് അവകാശപ്പെട്ടതാണ്, അതുകൊണ്ട് ഇവരൊക്കെ തന്നെ കയ്യേറ്റക്കാർ മാത്രമാണ് എന്ന നിലയ്ക്കാണ് അവിടെയുള്ള പല രാഷ്ട്രീയ കക്ഷികളും അതിൻ്റെ നേതാക്കന്മാരുമൊക്കെ തന്നെ അഭിപ്രായം പ്രകടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് തുറന്നു കാട്ടുന്നത് ശക്തമായിട്ടുള്ള ഒരു ഇരട്ടത്താപ്പിനെയാണ്. പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്ന ഇന്ത്യൻ പൗരന്മാരെ ഒരു രീതിയിലും ബാധിക്കാത്ത ഒരു നിയമത്തിനെ ഇവിടെയുള്ള ആൾക്കാരുടെ കിടപ്പാടം നഷ്ടപ്പെടുന്ന നിയമമാണ് എന്ന രീതിയിലത്തേക്ക് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ ഒരു വലിയ ഭീതി, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കാൻ ശ്രമിച്ച രാഷ്ട്രീയ പാർട്ടിക്കാർ ആ അവസ്ഥ മറ്റൊരു നിയമം മൂലം കേരളത്തിൽ സംജാതമാകാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്ന ഒരവസരത്തിൽ അവരോടൊപ്പം ഇല്ലാതെ നിയമസഭയിൽ അവർക്കെതിരെ പ്രമേയം പാസാക്കുന്ന രീതിയിലത്തേക്കും ഇരട്ടത്താപ്പ് പരസ്യമായി ദൃശ്യമാക്കുന്ന രീതിയിലത്തേക്കും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അത് നമ്മൾ മറന്നുകൂടാ. ഇനി രണ്ടാമത്തെ കാര്യം, പൗരത്വ ഭേദഗതി നിയമത്തിനെ എതിർക്കുന്ന സമയത്ത് അന്നതിനെ എതിർത്ത രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും ഒക്കെ പറഞ്ഞത് അത് ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള ഒരു നിയമമാണ് എന്നാണ്. ന്യൂനപക്ഷങ്ങളെ ഇവിടെ തെരുവിലേക്ക് ഇറക്കുകയും അവരെ നാട് കടത്തുക പോലും ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഒരു നിയമമാണ് ഇത് എന്നാണെന്ന് അവർ ആവർത്തിച്ച് പറഞ്ഞിരുന്നത് എന്നുള്ളത് നമ്മളെല്ലാവരും തന്നെ ഓർക്കുന്നുണ്ടാകും. ഇപ്പോൾ മുനമ്പം, വയനാട്, ചാവക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിരവധി മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ, അതായത് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെടുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ട്, ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെടുന്ന ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇവരെല്ലാവരും തന്നെ സമാനമായിട്ടുള്ള ഒരു ഭീഷണി, നാടുകടത്തൽ ഭീഷണി ഇല്ല എങ്കിലും അവർ കുടിയൊഴിക്കൽ ഭീഷണി നേരിടുന്നുണ്ട്. അപ്പോൾ ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണ് തങ്ങൾ നിലയുറപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയിരുന്ന ആൾക്കാർ ഇപ്പോഴെന്തുകൊണ്ടാണ് ഇരട്ടത്താപ്പ് കാണിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവരുടെ നിലപാടുകളിൽ സ്ഥിരതയില്ല എന്ന് തന്നെയല്ല, അത് അസംബ്ലിയിലേക്ക് വരുന്ന സമയത്ത് അവിടെയുള്ള താമസക്കാർക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയാണ്, അവർക്ക് പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ് സഭയിൽ എല്ലാ പാർട്ടിക്കാരും എല്ലാ MLA-മാരും സ്വീകരിച്ചത് എന്നുള്ളതാണ് വസ്തുത. ഇനി മൂന്നാമത്തെ പോയിന്റ്, നമ്മൾ അന്ന് ഒരുപക്ഷെ പൗരത്വ ഭേദഗതി നിയമം ചർച്ച ചെയ്യുന്ന സമയത്ത് എല്ലാവരും പ്രസംഗിച്ചിരുന്ന പ്രസംഗങ്ങളിലൊക്കെ തന്നെ നമ്മൾ കേട്ടിരുന്ന വളരെ ഭീതിതമായിട്ടുള്ള ഒരവസ്ഥയുണ്ടായിരുന്നു. അതായത് ഏത് സമയത്ത് വേണമെങ്കിലും മോദിയുടെ പട്ടാളം, പോലീസ് ഒക്കെ തന്നെ നിങ്ങളുടെ വീടുകളിലേക്ക് ഇരച്ചു കയറാം, എന്നിട്ട് നിങ്ങളോട് നിങ്ങളുടെ രേഖകളൊക്കെ തന്നെ ആവശ്യപ്പെടും. അപ്പോൾ ഇന്ത്യൻ പൗരനാണ് എന്ന് തെളിയിക്കുന്നതിന് നിങ്ങളുടെ രേഖകൾ മാത്രം പോരാ, 1970 ശേഷമുള്ള രേഖകൾ, അത് നിങ്ങളുടെ അച്ഛൻ്റെ, അപ്പൂപ്പൻ്റെ ഒക്കെ തന്നെ രേഖകൾ ഇവിടെ ഉണ്ടാകണം. ആ രേഖകൾ കൊടുത്തെങ്കിൽ മാത്രമേ നിങ്ങളൊരു ഇന്ത്യൻ പൗരനാണ് എന്നവർ അംഗീകരിക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള രേഖകൾ നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇതേപോലെ തന്നെ കിടപ്പാടം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക്, തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് ഒക്കെ തന്നെ എത്തിച്ചേരും എന്നായിരുന്നു അന്നുണ്ടായിരുന്ന ഒരു പ്രചരണം. എന്നാൽ ഇന്നത്തെ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട സത്യാവസ്ഥ എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന വസ്തു നിങ്ങളുടേതാണ് എന്നതുമായി ബന്ധപ്പെട്ട് രേഖകൾ ഹാജരാക്കിയാൽ മാത്രം പോരാ, അത് നിങ്ങളുടെ പൂർവികരുടെ കയ്യിൽ ഇരുന്നതിനെ പറ്റിയിട്ടുള്ള ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട രേഖകൾ ഉണ്ടാകണം. ഇനി പലപ്പോഴും പലരും പറയുന്നത് പോലെ ഒരു 5 തലമുറ സ്ഥിരമായിട്ടൊരു പ്രദേശത്ത് താമസിക്കുകയായിരുന്നു എന്നതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ കൊടുത്താൽ പോലും അതിനു മുമ്പ് തന്നെ ഇത് വഖഫ് ചെയ്തതാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ക്ലെയിം നിലനിൽക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അച്ഛൻ്റെയോ അപ്പൂപ്പൻ്റെയോ രേഖകൾ കാണിച്ചാൽ പോലും ആ വസ്തുവിൽ അവകാശമില്ലാതെയായി മാറുന്ന, നിങ്ങൾ വെറും കയ്യേറ്റക്കാരനായി മാറുന്ന രീതിയിലത്തേക്കുള്ള ഒരു നിയമം ഇന്ന് നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അത് ജനാധിപത്യ വിരുദ്ധമാണ് എന്നാണ്
നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ നിർവഹണം വരുമ്പോൾ അതിൽ നമ്മളെ പേടിപ്പിക്കുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളെയൊക്കെ തന്നെ പേടിപ്പിക്കുന്നതിന് വേണ്ടി എന്തായിരുന്നോ പറഞ്ഞിരുന്നത്, നിങ്ങളുടെ രേഖകൾ പോരാ, നിങ്ങളുടെ അച്ഛൻ്റെയും അപ്പൂപ്പൻ്റെയും 1970 ശേഷമുള്ള രേഖകളെല്ലാം തന്നെ വേണം എന്ന് പറഞ്ഞിരുന്നത് പൂർണ്ണമായും നുണയായിരുന്നു. കാരണം അങ്ങനെ ഒരു കണ്ടീഷൻ നമ്മുടെ രാജ്യത്ത് ഒരിടത്തും നടപ്പാക്കിയിട്ടില്ല, ആസാമിലൊഴികെ. ആസാമിൽ അത് നടപ്പാക്കുന്നതിന് പ്രത്യേകമായിട്ടുള്ള കാരണമുണ്ടായിരുന്നു. ആ കാരണം തീരുമാനിക്കപ്പെട്ടത് 1970 മറിച്ച് 1940 അവസാനം മുതൽ തന്നെ ആസാമിലെ അവസ്ഥ അതുതന്നെയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പൗരത്വ രജിസ്റ്റർ അവിടെ ഉണ്ടാക്കുകയും അതുമായി ബന്ധപ്പെട്ട രേഖകൾ അവിടെ ഹാജരാക്കുന്നത് നിർബന്ധവുമായിരുന്നു. പിന്നീട് തുടർച്ചയായിട്ട് ആസാമിലുണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും തന്നെ ഇങ്ങനെ അവരുടെ കുടുംബത്തിലുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും രേഖകൾ സൂക്ഷിക്കുന്ന ഒരു പതിവുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഏതാണ്ട് 3,29,00,000 ജനസംഖ്യയുള്ള ആസാമിൽ പൗരത്വ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കിയപ്പോൾ 3,11,00,000 പേർക്ക് ഈ പറയുന്ന എല്ലാ രേഖകളും, അതായത് അവരുടെ അച്ഛൻ്റെയും അപ്പൂപ്പൻ്റെയും ഒക്കെ രേഖകളെല്ലാം തന്നെ ഹാജരാക്കിക്കൊണ്ട് പൗരത്വം നിലനിർത്തുന്നതിനും തെളിയിക്കുന്നതിനും ഒക്കെ അവർക്ക് സാധിച്ചത്. 19 ലക്ഷം പേർ മാത്രമാണ് ആ പട്ടികയുടെ പുറത്തു പോയത്. ആസാമുമായി ബന്ധപ്പെട്ട കുടിയേറ്റം ബംഗ്ലാദേശിൽ നിന്നുൾപ്പെടെ ഉള്ളത് പരിഗണിച്ചു കഴിഞ്ഞാൽ അത് ഒരു ചെറിയ സംഖ്യയാണ് എന്ന് നമുക്ക് ബോധ്യമാകും. അങ്ങനെയുള്ള ആൾക്കാർക്ക് പോലും അവരുടെ പൗരത്വം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റു മാർഗ്ഗങ്ങൾ സ്വീകരിക്കാനുള്ള അവസരവും നൽകിയിട്ടുണ്ട്. ആരെയും തന്നെ നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് നാട് കടത്തിയിട്ടില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ ഇപ്പോൾ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ ഒരു ക്ലെയിം വന്നാൽ നിങ്ങൾ അവിടെ ഹാജരാക്കേണ്ടുന്ന രേഖകളിൽ നിങ്ങൾക്ക് ആ വസ്തുവിലുള്ള അവകാശത്തിനെ തെളിയിക്കുന്നതോ അതല്ല എങ്കിൽ നിങ്ങളവിടെ കരമടച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കിയാലോ മതിയാവില്ല എന്നുള്ളതാണ് പ്രധാനം. ഏതൊരു സമയത്താണ് ഇത് വഖഫ് ചെയ്തിരിക്കുന്നത് എന്ന് ക്ലെയിം ചെയ്തിരിക്കുന്നത് അതിനു മുമ്പുള്ള രേഖകൾ പോലും ഹാജരാക്കേണ്ടി വരുന്ന രീതിയിലത്തേക്കുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെയോ അപ്പൂപ്പൻ്റെയോ ഒക്കെ തന്നെ കാലത്തിന് മുൻപേക്ക് പോയിട്ട് ഒരുപക്ഷേ ഈ രേഖകളെല്ലാം തന്നെ കൊടുത്ത് തെളിയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. ഈ ഒരു സാഹചര്യത്തിൽ പോലും നേരത്തെ ഈ പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അവിടെയുള്ള ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നത്തിലേക്ക് ഇടപെടുന്നതിന് വേണ്ടിയിട്ടോ അവർ അസംബ്ലിയിൽ എടുത്തിരുന്ന നടപടി തെറ്റാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ വളരെ പ്രാഥമികമായിട്ടുള്ള ഈ 3 പോയിന്റുകൾ വെച്ചാണ് ഈ 2 നിയമങ്ങളെ തമ്മിൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ലെവലിൽ ഞാനൊരു താരതമ്യം നടത്തിയത്. പൗരത്വ ഭേദഗതി നിയമത്തിനെ കേരളത്തിൽ മാത്രമല്ല രാജ്യമൊട്ടാകെ BJP വിരുദ്ധ കക്ഷികളെല്ലാം തന്നെ എതിർത്തതാണ്. എന്നാൽ ഇപ്പോഴും നിലനിൽക്കുന്ന വസ്തുത ആ നിയമം ഇംപ്ലിമെൻറ്റ് ചെയ്ത് നടപ്പാക്കിയതിനു ശേഷം വിദേശത്ത് നിന്ന് ഇവിടെ വന്ന് താമസിച്ചിരുന്ന ആൾക്കാർക്ക് പൗരത്വം നൽകുന്നത് കുറച്ചൊന്ന് സ്പീഡപ്പ് ചെയ്തു എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാൾ പോലും ഈ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ പരിധിയിൽ വന്നിട്ടില്ല. ഒരാൾക്കും ഇവിടെ അതിൻ്റെ പേരിൽ പൗരത്വം നഷ്ടപ്പെട്ടിട്ടില്ല. ഒരാളെയും ഇവിടെ കിടപ്പാടത്ത് നിന്ന് ഇറക്കി വിട്ടിട്ടുമില്ല. എന്നാൽ ഈ കോൺഗ്രസോ CPMോ ഒന്നും തന്നെ എതിർക്കാത്ത വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ മാത്രം 1000-ലധികം പേരാണ് ഇപ്പോൾ കുടിയിറക്കൽ ഭീഷണി നേരിടുന്നത്, നിയമ നടപടികൾ നേരിടുന്നത് എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ എന്തൊക്കെ കാരണത്താലാണോ നിങ്ങൾ പൗരത്വ ഭേദഗതി നിയമത്തെ എതിർത്തിരുന്നത്, ആ കാരണങ്ങളെല്ലാം തന്നെ നടക്കാനുള്ള ഒരു സാധ്യത മറ്റൊരു നിയമം ഇവിടെ ഉണ്ടാക്കുമ്പോൾ എന്തുകൊണ്ടോ നിങ്ങൾ ആരും അതിനോടൊപ്പം നിൽക്കുന്നില്ല. ഇത് നിങ്ങളുടെ അങ്ങേയറ്റത്തെ ഇരട്ടത്താപ്പിനെയാണ് തുറന്നു കാട്ടുന്നത് എന്നുള്ളത് വിനീതമായി നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മുനമ്പത്ത്, വയനാട്ടിൽ, അതേപോലെ ചാവക്കാട് തങ്ങളുടെ ഭൂമിക്ക് വേണ്ടി പോരാടുന്ന ആൾക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.